അപ്പോൾ വിളവെടുക്കാൻ പറ്റിയ ചീരയൊക്കെ നമ്മൾ വിളവെടുത്തു. ഒരു 2.5 കിലോ ചീര, 1 കിലോത്തിൻ്റെ അടുത്ത് വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ വീണ്ടും ചീര നട്ടു കൊടുക്കണം. അതിലിത് നിറയെ നറുനിറുന്നനെ ചീര കിടക്കുന്നുണ്ട്. അത്രയൊന്നും നമുക്ക് പറ്റില്ല. കാരണം ചീര നല്ല രീതിയിൽ വളരണമെങ്കിൽ അതിൽ കുറച്ചേ പാടുള്ളൂ. അതൊക്കെ പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ചിരങ്ങ, കയ്പ, കുമ്പളം, വെള്ളേരി ഇതിനൊക്കെ ഒന്ന് ചാണകപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മണ്ണൊക്കെ കയറ്റി കൊടുക്കണം. കാരണം ഇതിൽ ചിലതൊക്കെ ചീരയുടെ മറവ് കൊണ്ട് വളഞ്ഞും തിരിഞ്ഞും നീണ്ടൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ കൊണ്ടുപോകാം. എന്തെങ്കിലും മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ള വിള കിട്ടുള്ളൂ. അപ്പോൾ ഇതിനൊന്ന് മണ്ണ് കയറ്റി കൊടുത്തതിന് ശേഷം, ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ തന്നെ നമുക്ക് ചീര നട്ടു കൊടുക്കാം. വലിയ കളകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടുണ്ട് പറിച്ച് ഒഴിവാക്കാം. പിന്നെ ഇതിൽ വലിയ ചീര ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പറിച്ചെടുക്കാം. കാരണം നമ്മൾ നടുന്ന ചീരയും ഈ ചീരയും കൂടി ഒരേ പാകമാവില്ല. ഇത് വളർന്നു വരും. നമ്മൾ നടുന്നത് വേറെ, ഇത് വേറെ. ഇത് നമുക്ക് വേറൊരു സ്ഥലത്ത് നടാം. അപ്പോൾ ഇനി ഇതിന് മണ്ണ് കയറ്റി കൊടുക്കൽ. ഇങ്ങനെ വളഞ്ഞു കിടക്കല്ലേ. നമുക്കിവിടെ കുനിഞ്ഞെന്ന് ചെയ്യുന്ന വേണ്ട ഒരു കസാരയിൽ ഇരുന്നിട്ട് തന്നെ ചെയ്താൽ മതി. ചാണകപ്പൊടി എടുക്കുക, ഇതിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ആർക്കെങ്കിലും ഇതേപോലെ കൃഷി ചെയ്യാൻ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. മുരടിൻ്റെ ഭാഗത്തൊക്കെ മണ്ണ് കുറവുണ്ട്. അപ്പോൾ അതിന് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കും. ഇത് 2 ദിവസം കൊണ്ട് നിവർന്ന് നല്ല രീതിയിലൊക്കെ ആവും. 2 ദിവസം വേണ്ട, ഒരു ദിവസം തന്നെ ധാരാളമായിരിക്കും. ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എല്ലാത്തിനും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും മണ്ണും ചാണകമൊക്കെ കയറ്റി കൊടുത്ത് റെഡിയാക്കി വെച്ചു. ഇനി ഇതിപ്പോൾ 4 ദിവസം ആകുമ്പോൾ നല്ല രീതിയിൽ വളരുന്നത് നമുക്ക് കാണാം. ചീരയൊക്കെ വകച്ച് വെച്ചിട്ട് തന്നെ ഇവർ വളരും. പിന്നെ ചീരക്കൊക്കെ വളരുന്നുണ്ടെങ്കിൽ ഇവർ വളർന്ന് താഴേക്ക് വന്നെങ്കിൽ മാത്രമേ ചീര നന്നായിട്ട് വളരാൻ പറ്റുള്ളൂ. ഇനി ചീര നട്ടു കൊടുക്കണം. അപ്പോൾ ഈ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ പറിച്ചെടുക്കുക. പറിച്ചെടുത്തിട്ട് കൂട്ടമില്ലാത്ത സ്ഥലത്ത് ഇതുപോലെ നട്ടു കൊടുക്കുക. കൂട്ടം കൂടി നിന്നാൽ അത് വളരില്ല. അപ്പോൾ ചീര വിളവെടുക്കുന്നത് രാവിലെയും നടുന്നത് വൈകുന്നേരമാണ് ഉത്തമം. കാരണം വൈകുന്നേരം വെയിലാറിയതിൻ്റെ ശേഷം ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ നാളെ നേരം പുലരുമ്പോൾ തന്നെ അതൊക്കെ വേര് പിടിച്ചൊരു ഇതായിട്ടുണ്ടാവും. അപ്പോൾ 2ാം ഷിഫ്റ്റ് ചീര നമ്മളെല്ലായിടത്തും നട്ട് കഴിഞ്ഞു. എല്ലാ ഡ്രമ്മിലും നട്ടു. അത് മാത്രം പോരാ, നമ്മളിങ്ങനെയുള്ള പ്ലാന്റുകളുടെ ചട്ടിയിൽ നട്ടു. കാരണം ഇതൊന്നും പ്ലാന്റുകൾക്കൊരു ഭാരമാവില്ല, എന്നാൽ നമുക്കതുകൊണ്ടൊരു ഉപകാരമാവും. അപ്പോൾ ഈ ഡ്രമ്മിലൊക്കെ ചീരകളൊക്കെ നമ്മൾ പറിച്ചു, വീണ്ടും നട്ടു. അതൊക്കെ വീണ്ടും വളർന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചക്കറികൾ ഉണ്ടാക്കിയിരുന്ന കയ്പ, ചിരങ്ങ, വെള്ളേരി, കുമ്പളം എന്നിങ്ങനെ 3 ഐറ്റം ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അത് മുളച്ച് വരുന്നതാണ് കാണിച്ചത്. ഇപ്പോൾ ഒക്കെ മുളച്ച് ഒരു വിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് മുളച്ച് റെഡിയായി തുടങ്ങി. ഇനിയും ഡ്രാഗൺ ഫ്രൂട്ട് പൊടിച്ച് റെഡിയായാലും അത് വളർന്നു വരാനോ കായ പിടിക്കാനൊക്കെ കുറേ സമയം പിടിക്കും. അപ്പോൾ ഒക്കെ നമ്മൾ ഡ്രം ഇങ്ങനെ കാലിയാക്കി ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് ചീരയൊക്കെ 2ാം പ്രാവശ്യം വിളവെടുക്കാനായി. അപ്പോൾ ഡ്രമ്മിൽ എന്ന് മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലുള്ളതൊക്കെ ചീര കുറച്ച് ഇരുന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിൽ തട്ടാത്തതുകൊണ്ട് ഇതിലുള്ള ചീരക്ക് വളർച്ചയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തേക്ക് ഇലകൾ കുറച്ച് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞാലൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ പിന്നെ അതൊക്കെ റെഡിയാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അത്രയാണ്. മറ്റുള്ളതൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. 2ാം പ്രാവശ്യം നമുക്ക് ചീര വിളവെടുക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ടെറസിൻ്റെ മേലെയൊക്കെ നമ്മൾ കുമ്പളം, വെള്ളേരി, ചിരങ്ങ, കയ്പ എന്നിവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുമ്പളത്തിനും വെള്ളേരിക്കും ചിരങ്ങക്കൊക്കെ
അത് അടിയിലൂടെയാണ് പടർന്നു വരാറുള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് പുതട്ട് കൊടുക്കണം. ഇതുപോലുള്ള തെങ്ങിൻ്റെ പോലെ മറ്റുള്ള പട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ടെറസിൻ്റെ മേലെ ആകുമ്പോൾ കുറച്ച് കനത്തിൽ ഇട്ട് കൊടുക്കണം. കാരണം ഇവിടെയൊക്കെ വെയിൽ തട്ടിയിട്ട് അതിന് പ്രശ്നങ്ങളുണ്ടാകും. അതങ്ങനെ ഒന്ന്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ താഴത്താണെന്നുണ്ടെങ്കിൽ പൊതണ്ട വലിയ ആവശ്യമൊന്നുമില്ല, എന്നാലും പൊതുള്ളത് നല്ലതാണ് എന്ന് മാത്രം. എന്നാൽ ടെറസിൻ്റെ മേലെ അത് പറ്റില്ല. പിന്നെ അതല്ലാത്ത വേറൊന്നും കൂടി ഉണ്ട്, നിങ്ങൾ കൂടുതൽ പേരും അറിയാത്ത ഒന്നാണ്. അതിപ്പോൾ നമ്മളവിടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ചിരങ്ങ, കുമ്പളം, മത്തൻ എന്നീ 3 ഐറ്റംസിന്, മത്തനിപ്പോൾ നമ്മളിവിടെ വളർത്തിയിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള 3 ഐറ്റംസിന് നമ്മൾ ഈ നട്ട ഭാഗത്തുള്ള വേര് മാത്രമല്ല, അതല്ലാതെ അതിൻ്റെ വളർച്ചയ്ക്കും സഹായത്തിനും വേണ്ടി ഇടവേര് എന്ന് പറഞ്ഞൊരു വേരുണ്ട്. അത് വെള്ളരിക്ക് അങ്ങനെ ഇല്ല, എന്നാൽ ചിരങ്ങക്ക്, കുമ്പളത്തിന്, മത്തന് ഉള്ളതുണ്ട്. അപ്പോൾ നമ്മളതിവിടെ ചെയ്തിട്ടുള്ളത്, ടെറസിന് മേലെ ചെയ്തിട്ടുള്ളത് കുമ്പളം ചിരങ്ങയാണ്. അപ്പോൾ ഇതിന് ടെറസിൻ്റെ മേലാകുമ്പോൾ ഈ ഇടവേര് യാതൊരു പ്രയോജനം കിട്ടില്ല. താഴത്താണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആഴ്ന്നിറങ്ങി വള്ളികൾക്കൊക്കെ സഹായമാകും. അപ്പോൾ ഈ ഇടവേരിൻ്റെ ആവശ്യം വരുന്നത്, ഈ ചെരങ്ങിൻ്റെ വള്ളി, കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ വല്ല ചതവോ ചവിട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇടവേരിലൂടെയാണ് പിന്നെ അവർ അതിൻ്റെ ഊർജ്ജമൊക്കെ വലിച്ചെടുക്കുന്നത്. അതിന് വേണ്ട ഊർജ്ജങ്ങളൊക്കെ ഇടവേരിലൂടെ നല്ല രീതിയിൽ വലിച്ചെടുക്കും. അങ്ങനെ ഇടവേര് തന്നെ നല്ല രീതിയിൽ താഴ്വേരായിട്ട് ഇറങ്ങി പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ ഇടവേരിന് സഹായകമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വേസ്റ്റ് കവറോ അല്ലെങ്കിൽ ചിരട്ടയോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് മണ്ണ് നിറച്ചിട്ട് ആ ഇടവേരിന് സഹായകമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്നുകിൽ ചിരട്ട മതി, അല്ലെങ്കിൽ എല്ലാത്തിനും വേണമെന്നില്ല, ഒരു വള്ളിക്ക് ഒരു 5-6 ഇടത്തിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എല്ലാ കമ്പിലും വെച്ച് കൊടുക്കണമെന്നില്ല. ഒരു വള്ളിക്ക് ഇടവേരിന് ആവാൻ വേണ്ടി ഒരു സ്ഥലം ഇവിടെ ആണെങ്കിൽ ഒരു സ്ഥലം ഇവിടെ, അങ്ങനെ പിന്നെ വള്ളി ഇങ്ങനെ നീണ്ടുപോയി കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഇടവേരുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടേക്ക് ഇപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ വളത്തിൻ്റെ വല്ല വെള്ളത്തിൽ കലക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇവിടെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് കരുത്തോട് കൂടിയിട്ട് നമ്മളെ വള്ളി വളരും ചെയ്യും. അതിൽ നല്ല രീതിയിൽ കായ്ഫലം വരും ചെയ്യും. അപ്പോൾ അതാണ്, ഇതൊരു പുതിയ മെത്തേഡല്ല. ഇങ്ങനെ ചെയ്തെങ്കിൽ വാർപ്പിൻ്റെ മുകളിലൊക്കെ ഈ വള്ളിയൊക്കെ നല്ലതായിട്ട് വളരുള്ളൂ. മണ്ണിൽ നമ്മൾ താഴെ വളരുന്ന മാതിരി വളരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ പ്രത്യേകിച്ച് പറയുക, ചിരങ്ങ, കുമ്പളം, മത്തൻ ഈ 3 എണ്ണത്തിനാണ് നമ്മളിവിടെ ഇടവേര് കണ്ടിട്ടുള്ളത്. വെള്ളരിക്ക് പിന്നെ ഇടവേരൊന്നുമില്ല, പിന്നെ ഏത് രീതിയിൽ വേണമെങ്കിൽ പറന്നു പോകും. അപ്പോൾ ഇവിടെയൊക്കെ ചിരങ്ങയും കുമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ചീരൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മൾ ഏതൊരു പ്ലാന്റുകളുണ്ടോ അതിലൊക്കെ നമ്മൾ ചീര നട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് മുതൽ മുടക്കില്ലാതെ ഉണ്ടാകുന്നതാണ്. നമ്മളെങ്ങനെയായാലും നമ്മൾ പ്ലാന്റുകൾക്ക് വെള്ളം നനച്ചു കൊടുക്കണം, അതിന് വെള്ളം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചീരയും കൂടി കിട്ടിയാൽ നല്ലൊരു വിളവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളും വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചീരകളോ മറ്റൊക്കെ നട്ടു കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ചീരയും കിട്ടും, നമ്മളെ പ്ലാന്റുകളും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ടെറസിൻ്റെ മേലിൽ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അറിവുകൾ ഇന്ന് ഇത്രയൊക്കെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.